ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 1-ലെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് വന്നിരിക്കുന്നത്. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. മൊഡ്യൂൾ 1-ന്റെ ഭാഗത്തു നിന്നും നമുക്ക് 15 മാർക്കാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. ആ 15 മാർക്ക് നമുക്ക് ഫുള്ളായിട്ട് കിട്ടാവുന്ന രീതിയിലാണ് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 1-ലെ ഓരോ ലൈൻ ബൈ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ എക്സാമിന് എളുപ്പമാക്കുന്ന രീതിയിൽ കുറേ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിലോട്ട് കടക്കുന്നു. സോ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ ആയിട്ട് വരുന്നത്. ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത് 60 മാർക്കാണ്. സോ 60 + 40 മൊത്തം 100 മാർക്കാണ് നമുക്ക് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് കിട്ടുന്നത്. അതേസമയം ഇന്റേണലിന്റെ വേണ്ട മിനിമം മാർക്ക് എന്ന് വേണ്ടത് 26 മാർക്കാണ്. അത് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് 60 മാർക്കിൽ 24 മാർക്കാണ് മിനിമം പാസ്സാവാനായിട്ട് വേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 60 മാർക്ക് കിട്ടാനായിട്ട് ഫുള്ള് പഠിക്കുക. യൂണിവേഴ്സിറ്റിക്ക് കിട്ടാനുള്ളത് 60 മാർക്കാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 15 മാർക്ക് വീതമാണ് ഉള്ളത്. 4 മൊഡ്യൂൾ ആകുമ്പോൾ മൊത്തം 60 മാർക്കാണ് യൂണിവേഴ്സിറ്റി എക്സാമിൽ നമുക്ക് കിട്ടാനുള്ളത്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. സോ ഇതാണ് ക്വസ്റ്റ്യന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. പാർട്ട് എ, പാർട്ട് ബി എന്ന് പറയുന്ന 2 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. പാർട്ട് എയില് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക. ഓക്കെ, 4 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം മൊത്തം 8 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ് വരുന്നത്. ഇപ്പൊ പാർട്ട് എന്ന് മാത്രം നമുക്ക് 24 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ആ മാർക്ക് കളയാതെ ഫുൾ മാർക്ക് വാങ്ങിക്കുക. 3 മാർക്ക് കേട്ടോ. 3 മാർക്ക് ഓരോ ക്വസ്റ്റിനും 24 മാർക്കാണ് പാർട്ട് എയിൽ വരുന്നത്. ഫുള്ള് വാങ്ങിക്കുക. പാർട്ട് ബി എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റിന്റെയും മാർക്ക് 9 മാർക്കാണ് വന്നിരിക്കുന്നത്. അതിന്റെ സ്പ്ലിറ്റപ്പ് ചിലപ്പോൾ 6+3 അല്ലെങ്കിൽ 5+4 ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യന് ഉണ്ടാവുക. ആ 2 ക്വസ്റ്റ്യനും ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം എഴുതിയാൽ മതി. ഒരു മൊഡ്യൂളിൽ നിന്ന് എസ്സേ 2 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 4 മൊഡ്യൂളിൽ നിന്ന് 4 എസ്സേ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 9 ഇറ്റ് വിൽ ബി 36 മാർക്ക്. ഓക്കെ, അപ്പൊ എസ്സേ ഭാഗത്തും നമുക്ക് സ്കോർ ചെയ്യേണ്ടത് 36 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. അപ്പോ 24 + 36 മൊത്തം 60 മാർക്കാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ളത്. അപ്പൊ 60 മാർക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. LIC എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 60 മാർക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങണം. സോ ഇതാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ദിസ് ഇസ് മൊഡ്യൂൾ 1. നമ്മൾ ഈ മൊഡ്യൂൾ കാണുമ്പോൾ ഇത് കുറച്ച് ടഫ് ആണെന്ന രീതിയിൽ തോന്നും. ഒന്നുമില്ല, അത് ഡീപ്പ് ലെവലിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മൊഡ്യൂൾ 1-നെ 3 സെഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് കറന്റ് മിറർ ആണ്. കറന്റ് മിററിന്റെ ഏരിയ. മൂന്നാമത്തേത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ. എൻറ്റയർ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പാമ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും കറന്റ് മിററിന്റെയും കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. അത് ഓപ്പാമ്പ് പഠിക്കുമ്പോൾ ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും അതുപോലെ കറന്റ് മിററും. അപ്പോൾ സിലബസ് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ 3 സെഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വീതം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളാണെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം എന്താണ്? അതിലൊരു ഹാഫ് മൊഡ്യൂൾ വന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഏരിയയാണ്.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഏരിയ. ഓപ്പാമിന്റെ ബേസിക്സ് ആണ് അവിടെ വരുന്നത്. അതാണ് ഒരു മാർക്ക് അവിടെ നിന്ന് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് കറന്റ് മിററിന്റെ ഒരു ഏരിയ ആണ്. 3 ടൈപ്പ് കറന്റ് മിററിനെ കുറിച്ചാണ് അവിടെ പഠിക്കാനുള്ളത്. അങ്ങനെ 3 ഭാഗത്തു നിന്നായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പത്തിന് പഠിക്കാൻ ഉള്ളത് എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ പഠിക്കേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഏരിയ ആണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ തുടക്കം നന്നായി കഴിഞ്ഞാൽ ഒടുക്കം നന്നാവും. അപ്പൊ ഓപ്പറേഷണൽ ആംപ്ലിഫയർ തുടക്കത്തിൽ തന്നെ അത് പഠിക്കുക. അതിനുശേഷം പഠിക്കേണ്ടത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഏരിയ ആണ് പഠിക്കേണ്ടത്. അതിനുശേഷം കറന്റ് മിറർ പഠിച്ചു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, ഇനി ഇവിടുന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് നോക്കാം. ഓപ്പറേഷണൽ ആംപ്ലിഫയർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് 741 ഓപ്പാം. 741 ഓപ്പാം എന്ന് പറയുന്ന ഒരു IC കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതിന്റെ പിന്നൗട്ട് ആദ്യം പഠിക്കുക, കാരണം അതാണ് 741 ഓപ്പാമ്പിൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തേത് ബ്ലോക്ക് ഡയഗ്രാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. എസ്എ ടൈപ്പ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്ന ഏരിയ. ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചോളുക. അത് എസ്എ ടൈപ്പ് എന്തായാലും ചോദിക്കുന്ന ഏരിയ ആണ് ബ്ലോക്ക് ഡയഗ്രാം. പിന്നെ വരുന്നതാണ് ഐഡിയൽ ഓപ്പാമ്പ് പാരാമീറ്റേഴ്സ്. അതൊരു എസ്എ ആയിട്ടും ചോദിക്കാം, അതുപോലെ 3 മാർക്കിന് വേണ്ടിയും ചോദിക്കാം. അവർക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ദ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ഓപ്പാമ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഒന്നാണ് ഐഡിയൽ പാരാമീറ്റേഴ്സ്. ഈ ഐഡിയൽ പാരാമീറ്ററിന്റെ പ്രാക്ടിക്കൽ വാല്യൂസ് ആണ് ടിപ്പിക്കൽ പാരാമീറ്റർ ഫോർ 741 എന്ന് പറയുന്നത്. 741ന്റെ പ്രാക്ടിക്കൽ വാല്യൂസ്. ദെൻ ഇക്വാലന്റ് സർക്യൂട്ട്, അതായത് ഒരു ഓപ്പാമ്പിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 3 മാർക്കിന് ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. 3 കോൺഫിഗറേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഡിഫറൻഷ്യൽ, ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. ദെൻ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ്. ഒരു ഓപ്പാമ്പിന്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് വരയ്ക്കുക. ഈ ഇക്വലന്റ് സർക്യൂട്ടും വോൾട്ടേജ് ട്രാൻസ്ഫർ കർവും സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ്. അതിന്റെ പ്ലോട്ട് ചെയ്യാനും ഡയഗ്രാം മാത്രം വരയ്ക്കാനായിട്ട് ചോദിക്കും. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് 741 ഓപ്പാമ്പിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. നമുക്ക് ഉദ്ദേശം എന്താണ്? നമ്മുടെ LIC എന്ന് പറയുന്ന സബ്ജക്ട് ഫുൾ മാർക്ക് അടിക്കണം, 60 മാർക്ക് അടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. സിലബസിലെ ഓരോ ലൈനും 10 മാർക്കിന് വേണ്ടി പഠിക്കുക. സിലബസിലെ ഓരോ ലൈനും 10 മാർക്കിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഏരിയ വെച്ച് നോക്കുമ്പോൾ എസ്എ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് ഏതാണ്? ബ്ലോക്ക് ഡയഗ്രാം മസ്റ്റ് ടൈം പഠിക്കുക. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പാം, ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് പഠിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ വാല്യൂസ് ഓഫ് 741 ഓപ്പാം, അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്, വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് എന്നിവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ ഐഡിയൽ ക്യാരെന്ന്, CMRR എന്താണ്, സ്ലൂ റേറ്റ് എന്താണ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണ്, അങ്ങനെയുള്ള ഒരു 3 മാർക്കിന്റെ ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻ കൂടി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഏരിയയെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഏരിയ ആണ് നിങ്ങൾ ആദ്യമേ പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് സന്തോഷമായി, ഇത് എളുപ്പമാണല്ലോ എന്ന രീതിയിലോട്ട് പഠനത്തിന്റെ ട്രാക്കിലോട്ട് കയറും. ഈ ഒരു കഷ്ണം ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ പോകേണ്ടത് ഈ ഏരിയയിലോട്ടാണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഏരിയയിലോട്ടാണ്. ഒരു ഓപ്പാമ്പിന്റെ ആദ്യത്തെ 2 ബ്ലോക്കാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ട് വരുന്നത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം പഠിക്കണം. പിന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ, 4 കോൺഫിഗറേഷൻ ആണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ വരുന്നത്. ആ കോൺഫിഗറേഷന്റെ സർക്യൂട്ട് ഡയഗ്രാം, വോൾട്ടേജ് ഗെയിനും, ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പഠിക്കണം. പിന്നെ അവിടെ നിന്ന് വരുന്ന അടുത്ത ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് DC അനാലിസിസ്, അതുപോലെ AC അനാലിസിസ്. ഈ സിലബസിലെ ഏറ്റവും വലിയ ലൈനുകളിൽ ഒന്നാണ് മൊഡ്യൂൾ 1ലെ AC അനാലിസിസ് എന്ന് പറയുന്നത്.
AC അനാലിസിസിൽ ഏതൊക്കെ പഠിക്കണം? ഡിഫറൻഷ്യൽ ഗെയിൻ, കോമൺ മോഡ് ഗെയിൻ, CMRR. ഇത് നോക്കി വെച്ചോളൂ. CMRR ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാരുടെ ഒരു ഇഷ്ട ചോദ്യമാണ് CMRR എന്ന് പറയുന്നത്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. CMRR, ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇതൊരു essay ആയിട്ട് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ AC അനാലിസിസ് ചെയ്യുക. ഡിറൈവ് ചെയ്ത് ഏതൊക്കെ കണ്ടുപിടിക്കണം? ഡിഫറൻഷ്യൽ ഗെയിൻ കണ്ടുപിടിക്കണം, കോമൺ മോഡ് ഗെയിൻ കണ്ടുപിടിക്കണം, CMRR, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അതങ്ങനെ കോപ്പി ചെയ്ത് അവിടെ നിന്ന് ചോദിക്കും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കും. ഏറ്റവും ലെങ്ത് ഉള്ള ഒരു ഏരിയ ആണ് അത്. പിന്നെ ആ ഭാഗത്തുനിന്നും മാറിക്കിടക്കുന്ന ചെറിയൊരു ടോപ്പിക്കാണ് കോൺസ്റ്റന്റ് കറന്റ് ബയാസും കോൺസ്റ്റന്റ് കറന്റ് സോഴ്സും. ഇത് തമ്മിൽ സെപ്പറേറ്റ് ആയി കിടക്കുകയാണ്. ഇത്രയും ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് വേണ്ടി ഉപയോഗിക്കുന്ന കറന്റ് സോഴ്സിനെ കുറിച്ചാണ് കോൺസ്റ്റന്റ് കറന്റ് ബയാസും കോൺസ്റ്റന്റ് കറന്റ് സോഴ്സും വരുന്നത്. പിന്നെ വേറൊരു essay ആണ് ഈ പറഞ്ഞ പോലെ DC അനാലിസിസ്. AC അനാലിസിസ് ആദ്യം പഠിക്കുക, അതിനുശേഷം DC അനാലിസിസ് നോക്കുക. ഏറ്റവും ലെങ്ത് ആയിട്ടുള്ളതാണ് AC അനാലിസിസ്. DC അനാലിസിസ് കുറച്ചും കൂടി ചെറുതാണ്. DC അനാലിസിസിലെ വാല്യൂസ് ഡിറൈവ് ചെയ്യാൻ പഠിക്കുക, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, ഇക്വലന്റ് സർക്യൂട്ട്, അതുപോലെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ഒരു ഫ്രഷ് നോട്ട്ബുക്ക് ചെയ്യുക. ഓരോ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാംസും ഫൈനൽ ഇക്വേഷനും ഗ്രാഫും ആദ്യമേ വരച്ചു വെക്കുക. കാരണം നമുക്ക് ഒരുപാട് ഡയഗ്രാംസും ഇക്വേഷൻസും ഗ്രാഫും വരുന്നതാണ്. അപ്പൊ ആദ്യം മൊഡ്യൂളിന്റെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡയഗ്രാം വേണം, അതുപോലെ ഗ്രാഫ് വേണം, ഇക്വേഷൻസ് വേണം. അത് പ്ലേസ് ചെയ്താൽ തന്നെ കുറെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യമേ ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി പേപ്പറിൽ അത്രയും ഏരിയ മാറിക്കിട്ടും. പിന്നെ അതിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഫാക്ട്സ്, അതിന്റെ ഓപ്പറേഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആദ്യം പഠിക്കുന്നു, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അതിനുശേഷം പഠിക്കുന്നു. പിന്നെ വരുന്നതാണ് മൂന്നാമത്തെ സെഷനായ കറന്റ് മിറർ. അവർ ചോദിക്കും, കാരണം എന്ന് വെച്ചാൽ കുറച്ച് പൊടിക്ക് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കറന്റ് മിറർ എന്ന് പറയുന്നത്. ചില ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് എന്തായാലും പഠിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കറന്റ് മിറർ പഠിക്കുക. എന്താണ് കറന്റ് മിറർ എന്നുള്ളത് ഒരു 3 മാർക്കിന് ചോദിക്കാം. അതിനുശേഷം 3 ടൈപ്സിനെ കുറിച്ചാണ് പഠിക്കണം. 3 ടൈപ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് 2 ട്രാൻസിസ്റ്റർ കറന്റ് മിറർ, 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള കറന്റ് മിറർ. രണ്ടാമത്തേതാണ് വിൽസൺ കറന്റ് മിറർ. മൂന്നാമത്തേതാണ് വിഡ്ലാർ കറന്റ് മിറർ. അപ്പൊ ഈ 3 കറന്റ് മിറർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 2 ട്രാൻസിസ്റ്റർ, വിൽസൺ ആൻഡ് വിഡ്ലാർ കറന്റ് മിറർ. അത്രയും കൂടി ചെയ്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 എല്ലാ ടോപ്പിക്സും കഴിയും. നമുക്ക് അവിടെ നിന്നുള്ള 15 മാർക്ക് ഫുള്ളായിട്ട് അടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയും മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ ഇത് വലിയ ടഫോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറങ്ങിത്തിരിക്കുക, ഫുൾ മാർക്ക് അടിക്കുക. ഇതിന്റെ ലൈൻ ബൈ ലൈൻ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് തുടക്കം മുതൽ അവസാനം വരെ കാണുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1, ലിസ്റ്റ് ദ ഐഡിയൽ ഓപ്പ്-ആംപ് പാരാമീറ്റേഴ്സ്. ഒരു IC 741ന്റെ ഐഡിയൽ പാരാമീറ്റേഴ്സ് ഏതാണെന്ന് എന്നുള്ളതാണ് ചോദ്യം. ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ്? ഒന്നാമത്തേത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻഫിനിറ്റി. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0. ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി. സ്ലീവ് റേറ്റ് ഇൻഫിനിറ്റി. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് 0. ഇൻപുട്ട് ബയാസ് കറന്റ് 0. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇൻഫിനിറ്റി. പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ ഇൻഫിനിറ്റി. നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻ ഈസ് 0. ഇതാണ് ഒരു ഓപ്പ്-ആമ്പിന്റെ
ഐഡിയൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു 741 ഓപ്പാമിന്റെ ഐഡിയൽ പാരാമീറ്റേഴ്സ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഈ ഒരു കാര്യം. ഇത് അതുപോലെ പഠിക്കുക, വേറെ എങ്ങോട്ടും പോണ്ട. 10 വാല്യൂസ് അതുപോലെ പഠിക്കുക, അതുപോലെ പേപ്പറിൽ എഴുതി പ്ലേസ് ചെയ്യുക. കൂടാതെ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി പഠിക്കണം. ഇതിന്ന് ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് വരും. അതായത് സ്ലൂ റേറ്റ് ഡിഫൈൻ ചെയ്യുക, അതിന്റെ പ്രാക്ടിക്കൽ വാല്യൂ എന്താണ്, ഐഡിയൽ വാല്യൂ എന്താണ്, അതുപോലെ എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ബയാസ് കറന്റ്, CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഇത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ലൂ റേറ്റ് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ബയാസ് കറന്റ്, ബാൻഡ് വിഡ്ത്ത്, എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷനും അതിന്റെ ഐഡിയൽ വാല്യൂ പ്രാക്ടിക്കൽ വാല്യൂ കൂടി പഠിക്കുക. ഇതെന്നാണ് ഡീപ്പ് ലെവലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. വേറൊരു രീതിയിൽ ചോദിക്കും, ഡിഫൈൻ ദ ഫോളോവിങ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. 1, 2, 3, ഒന്ന് സ്ലൂ റേറ്റ്, ഒന്ന് CMRR, ഒന്ന് ഇൻപുട്ട് ബയാസ് കറന്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന രീതിയിലും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ആ ലെവൽ കൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ലിസ്റ്റ് ദ ടിപ്പിക്കൽ പാരാമീറ്റർ വാല്യൂസ് ഫോർ IC741. IC741ന്റെ പ്രാക്ടിക്കൽ വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ഐഡിയൽ വാല്യൂസ് ആയിരുന്നു, ഇനി അതിന്റെ പ്രാക്ടിക്കൽ വാല്യൂസ് എത്രയായിരിക്കും? 741 ഓപ്പാമ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റ ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ആണ് ഇവിടെ പറയുന്നത്. അത് അതുപോലെ പഠിക്കുക. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 10⁵ to 10⁶ ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മെഗാം to 10 മെഗാ ഓം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 50 ഓം to 100 ഓം. ബാൻഡ് വിഡ്ത്ത് 1 മെഗാഹെർട്സ്. സ്ലൂ റേറ്റ് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് 1 millivolt to 5 millivolt. ഇൻപുട്ട് ബയാസ് കറന്റ് 80 നാനോ ആംപിയർ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ 70 dB to 90 dB. പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ 70 dB to 100 dB. നോയ്സ് ഓർ ഡിസ്റ്റോർഷൻ വിൽ ബി ലോ ബട്ട് നോട്ട് 0 ഇൻ പ്രാക്ടിക്കൽ കേസ്. അപ്പോൾ നമ്മളിത് പഠിക്കാതിരിക്കുമ്പോൾ തോന്നും ഇതൊക്കെ പഠിക്കേണ്ടതാണോ? പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് ചോദ്യം വരും. CMRR ചോദിക്കുമ്പോൾ അതിന്റെ ഐഡിയൽ വാല്യൂ പ്രാക്ടിക്കൽ വാല്യൂ എഴുതാനായിട്ട് ചോദിക്കും. സോ ഇത്രയുമാണ് അതിന്റെ പ്രാക്ടിക്കൽ ക്യാര വരുന്നത്. ഇതാണ് ഐഡിയൽ ക്യാര വരുന്നത്. ഈ 2 സ്ലൈഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3, ഡ്രോ ദ ഇക്വാലന്റ് സർക്യൂട്ട് ഓഫ് 741 ഒപ്പം. അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. ഒരു 3 മാർക്കിന് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. ഓപ്പാമ്പിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ 2 ടെർമിനൽസ് ആണുള്ളത്. ഒന്ന് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. then this is inverting terminal, inverting terminal. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് Vin പ്ലസ്, ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് Vin മൈനസ്. VID എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, ദാറ്റ് ഈസ് Vin പ്ലസ് മൈനസ് Vin മൈനസ്. ഇത് വന്നിരിക്കുന്നത് RI എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് RI, ഇൻപുട്ട് റെസിസ്റ്റൻസ് RI. ഔട്ട്പുട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ there is a output resistance R0, then gain into VID, gain into VID. A എന്ന് പറയുന്നത് ഗെയിൻ ആണ്, VID എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്, ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഒരു ഒപ്പാമ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഗെയിൻ ഇൻറ്റു VID ആയിരിക്കും. ഈ ഒരു വാല്യൂ കുറെ സ്ഥലത്ത് യൂസ്ഫുൾ ആണ് കേട്ടോ. ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഗെയിൻ ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും നോക്കണ്ട, ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പാമ്പിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഈ ഡയഗ്രാം, അതുപോലെ തന്നെ പ്ലേസ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫാക്ട്സ് എല്ലാം നമ്മൾ
എഴുതേണ്ടതാണ്. നെക്സ്റ്റ്, ഡ്രോ ദ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് ഓഫ് ഓപ്പാം. നമുക്ക് ഒപ്പാമ്പിന്റെ രണ്ട് കർവ് പഠിക്കാനുണ്ട്, തെറ്റി പോകരുത് കേട്ടോ. ഒന്നാമത്തെ എന്ന് പറയുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫർ കർവാണ്, രണ്ടാമത്തേത് ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ്. രണ്ടും ഡിഫറെന്റ് ആണ്, തെറ്റിപ്പോരുത്. വോൾട്ടേജ് ട്രാൻസ്ഫർ കർവാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതില് എക്സ് ആക്സിസിൽ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഡിഫറൻസ് വോൾട്ടേജ് ആണ് എക്സ് ആക്സിസില്. വൈ ആക്സിസില് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, എക്സ് ആക്സിൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്, വൈ ആക്സിസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഈ ഒരു ലൈൻ കാണുന്ന ഈ ഒരു ഗ്രാഫാണ് അതിന്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ വി ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്. 0 ഇൻക്രീസ് ആവുന്ന അനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് ലീനിയർലി ഇൻക്രീസ് ആവുകയാണ്. ലീനിയർലി ഇൻക്രീസ് ആവുന്നു. ഏതുവരെ? പ്ലസ് വി സാറ്റ് വരെ. പ്ലസ് വി സാറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജ് ആണ്. പോസിറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജ് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവും. ഈ റീജിയനെയാണ് നോൺ ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയനെയാണ് ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ 0 നെഗറ്റീവ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഈ റീജിയൻ ആണ് അതിന്റെ ലീനിയർ റീജിയൻ ആയിട്ട് വരുന്നത്. ഈ വാല്യൂ വരുന്നത് മൈനസ് വി സാറ്റ് വരെയാണ് വരിക. മൈനസ് വി സാറ്റ്. അപ്പോൾ ഒരു ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റിനും മൈനസ് വി സാറ്റിനും ഇടയിൽ സ്വിങ് ചെയ്യാണ്. പ്ലസ് വി സാറ്റിനും മൈനസ് വി സാറ്റിനും ഇടയിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ടത് ഈ ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ ഫാക്ട്സും കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. ഇതെന്താണ്? വോൾട്ടേജ് ട്രാൻസ്ഫർ കർവാണ്. നെക്സ്റ്റ്, ഡ്രോ ദ പിൻ ഔട്ട് ഓഫ് IC741. നമുക്ക് ഒരുപാട് IC-കൾ പഠിക്കാനുണ്ട്. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് എന്താണ്? ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ്. അപ്പൊ കുറെ IC-കൾ പല മൊഡ്യൂളിലായിട്ട് പഠിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു IC-യുടെ പിൻ ഔട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, 555 ടൈമർ ഉണ്ട്, IC741 ഉണ്ട്, 566 ഉണ്ട്, ദെൻ അങ്ങനെ 565 ഉണ്ട്. കുറെ IC-കൾ നമുക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 1-ലെ ഒരു IC ആണ് 741 ഓപ്പാമ്പ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കൂടുതൽ സ്ഥലത്തും വരുന്നത്. അപ്പൊ അതിന്റെ പിൻ ഔട്ട് എന്തായാലും പഠിക്കുക. പിൻ ഔട്ടും അതിന്റെ ഇക്വലന്റ് സർക്യൂട്ടും. ഒരു 8 പിന്നുള്ള ഒരു IC ആണ് 741 ഓപ്പാമ്പ് എന്ന് പറയുന്നത്. പിൻ നമ്പർ 1 എന്ന് പറയുന്നത് ഓഫ്സെറ്റ് നൾ ആണ്. പിൻ നമ്പർ 2 ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. പിൻ നമ്പർ 3 നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. പിൻ നമ്പർ 4 V മൈനസ്, ദാറ്റ് ഈസ് മൈനസ് VEE. പ്ലസ് VCC മൈനസ് V ഉണ്ടായിരുന്നില്ലേ, അതുപോലെ മൈനസ് VE. ഓഫ്സെറ്റ് നൾ. പിൻ നമ്പർ 6 ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. പിൻ നമ്പർ 7 ആണ് V പ്ലസ് അല്ലെങ്കിൽ പ്ലസ് VCC. ദെൻ പിൻ നമ്പർ 8 ആണ് നോ കണക്ഷൻ, അവിടെ കണക്ട് ചെയ്യാറില്ല. സോ ഇത്രയുമാണ് 741-ന്റെ പിൻ ഔട്ട്. അപ്പൊ നമുക്ക് ഓരോന്നും കാണുമ്പോൾ തോന്നും ഇത് പഠിക്കാനുള്ളതാണോ, ഇത് പഠിക്കാനുള്ളതെന്ന് ഡൗട്ട് തോന്നും. ഒന്നും നോക്കണ്ട, സിലബസിൽ ഓരോ ലൈനും പഠിക്കാനുള്ളത് തന്നെയാണ്. അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഓരോ ലൈനും കറസ്പോണ്ടിങ് ആയിട്ട് ഡയഗ്രാം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എഴുതി ചേർക്കാൻ പറ്റും. അപ്പൊ ഇത് അതുപോലെ തന്നെ പഠിക്കാം. സോ ഇത് നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് 741-ന്റെ അതിന്റെ പിൻ ഔട്ട് സിമ്പിളുമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാരണം ഇതാണ് ഓപ്പാമ്പിന്റെ സിമ്പിൾ ആയിട്ട് വരുന്നത്. സിമ്പിൾ. പിൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ്. പിൻ നമ്പർ 3 എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ്. പ്ലസ് VCC ആണ് പിൻ നമ്പർ 7. പിൻ നമ്പർ 4 എന്ന് പറയുന്നത് മൈനസ് VEE ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പിൻ നമ്പർ 6 എന്നാണ് എടുക്കുന്നത്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് V സാറ്റ് ആയിരിക്കും. അതായത് ഇതൊരു പ്ലസ് ഓർ മൈനസ് 15 വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ, സപ്ലൈ വോൾട്ടേജ് 15 വോൾട്ടേജ് ആണെങ്കിൽ V സാറ്റ് എന്ന് പറയുന്നത് ഒരു 13 വോൾട്ടേജ് ആയിരിക്കും. അതിനെക്കാട്ടും കുറവായിരിക്കും. അപ്പൊ എപ്പോഴും ആലോചിക്കണം, ഒരു ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് സാച്ചുറേഷനോ അല്ലെങ്കിൽ നെഗറ്റീവ് സാച്ചുറേഷനോ ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് V സാറ്റ്. ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എക്സാമിന് അങ്ങനെ ചോദിക്കാൻ വഴിയില്ല, പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. ഒരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നാണ്. ഓക്കെ, നമ്മൾ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഡീപ്പ് ലെവലായിട്ട് ചോദിക്കും. അതിലെ ഓരോ വാല്യൂസും ചോദിക്കും. ഇങ്ങനെയാണ് ചോദിക്കുക: ഡിഫൈൻ CMRR. CMRR എന്ന് പറയുന്നത്
കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ. ഈ ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. CMRR is equal to AD by ACM. AD എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ACM എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിൻ ആണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. dBയിലാണ് റെപ്രസെന്റ് ചെയ്യുക. സോ CMRR in dB is equal to 20 log AD by ACM ആണ്. ഈ രണ്ട് ഇക്വേഷനും വേണം. ഓക്കെ, എന്താണ് ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത്? അതായത് ഒരു ഓപ്പാമ്പിന് എത്ര ഇൻപുട്ടാണുള്ളത്? 2 ഇൻപുട്ടാണുള്ളത്. 2 ഇൻപുട്ടിലോടും വ്യത്യസ്തമായ വോൾട്ടേജ് കൊടുക്കുകയാണ്. ഒരു ടെർമിനലിൽ 5 വോൾട്ടേജും വേറൊരു ടെർമിനലിൽ 3 വോൾട്ടേജുമാണ് കൊടുക്കുന്നത്. 5ഉം 3ഉം ഡിഫറെന്റ്. അത് ശേഷം അതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഒരു വോൾട്ടേജ് കിട്ടും. ആ ഔട്ട്പുട്ടും ഇൻപുട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാം. അതിനെയാണ് ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓപ്പാമ്പിന്റെ ഇൻപുട്ടിൽ ഡിഫറെന്റ് വോൾട്ടേജ് കൊടുത്തിട്ട് കിട്ടുന്ന ഗെയിനെയാണ് ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് കോമൺ മോഡ് ഗെയിൻ. ഒരു ഒപ്പാമ്പിന്റെ ഇൻപുട്ടിൽ സെയിം വോൾട്ടേജ് കൊടുക്കുക. 3 വോൾട്ടേജും 3 വോൾട്ടേജും കൊടുക്കുന്നു. ഒരേ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഗെയിനെയാണ് കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത്. സോ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത് ഗെയിൻ ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻപുട്ട് സിഗ്നൽ. കോമൺ മോഡ് ഗെയിൻ ഈസ് ഗെയിൻ ഫോർ സിഗ്നൽസ് വിത്ത് കോമൺ ടു ബോത്ത് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഇതിന്റെ ഐഡിയൽ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഇതിന്റെ പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 70 to 90 dB ആണ്. ഇത് അതുപോലെ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഇത് കൂടുതൽ എഴുതാനില്ല അതിൽ, മനസ്സിലാവുണ്ടോ? ഇത് അതുപോലെ ചെയ്യാം. CMRR ഡെഫിനിഷൻ എന്താണ്? AD by ACM ആണ്. അതാണ് പഠിക്കേണ്ട. ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. ഇതിൽ ഓരോ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് എൻറ്റയർ സെഷനിലെ. രണ്ടാമത്തെയാണ് സ്ലൂ റേറ്റ്. ഡിഫൈൻ സ്ലൂ റേറ്റ്. സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ ഇതാണ്. സ്ലൂ റേറ്റ് is equal to dV0 divided by dt. That is rate of change of output voltage with respect to time. Rate of change of output voltage with respect to time. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. Rate of change of output voltage with respect to time. Definition ഇതാണ്. Maximum rate at which the output of an op-amp can change. Maximum rate at which the output of an op-amp can change. അതിന്റെ യൂണിറ്റ് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ദാറ്റ് മീൻസ് 1 volt per microsecond means output changes by 1 volt in 1 microsecond. ഇത് പഠിച്ചു വെക്കുക. യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ഐഡിയൽ വാല്യൂ ഇൻഫിനിറ്റി ആണ്. പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ഇത് ചോദിക്കും. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്പാമ്പ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ലൊരു ചോദ്യമാണ്. അതായത് ഓപ്പാമ്പിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് എന്താണെന്നുള്ളത് എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 741 ഓപ്പാം വിത്ത് നീറ്റ് ഡയഗ്രാം. ഓപ്പാമ്പിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്നു. ഏതൊക്കെയാണ് ബ്ലോക്ക് വന്നിരിക്കുന്നത് നോക്കി. ഇത് അതുപോലെ വരയ്ക്കുക. ഒന്നാമത്തേത് ഇൻപുട്ട് സ്റ്റേജ് ആണ്. രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. 3 ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്. 4 ഔട്ട്പുട്ട് സ്റ്റേജ്. ഏതൊക്കെയാണ്? ഇൻപുട്ട് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ്. 2 ഇൻപുട്ടാണ് വരുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഔട്ട്പുട്ട് വരുന്ന ഒന്നേ ഉള്ളൂ, V0. ദാറ്റ് വിൽ ബി ഗെയിൻ ഇൻ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് വോൾട്ടേജ്. ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. രണ്ടാമത്തേത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് എമിറ്റർ ഫോളോവർ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. എമിറ്റർ ഫോളോവർ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. ഔട്ട്പുട്ട് സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ.
ഇത് അതുപോലെ വരയ്ക്കുക. ഓരോ ബ്ലോക്കിന്റെയും ഫങ്ഷൻസ് എഴുതുക. ഇൻപുട്ട് സ്റ്റേജ് ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫിക്കേഷനും ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഒരു ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. രണ്ടാമത്തെ സ്റ്റേജ് ഹൈ വോൾട്ടേജ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സെക്കൻഡ് സ്റ്റേജ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ലെവൽ ഷിഫ്റ്റിംഗ് ഉപയോഗിക്കുന്നത് DC ലെവൽ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയാണ് മൂന്നാമത്തെ സ്റ്റേജ് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. കൂടാതെ ഹൈ കറന്റ് ഡ്രൈവ് അതിനു വേണ്ടിയാണ് നാലാമത്തെ സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുമ്പോൾ ഹെഡിങ് കൊടുക്കുന്നു, ബ്ലോക്ക് ഡയഗ്രം കൊടുക്കുന്നു, ഈ ഡയഗ്രം അതുപോലെ പ്ലേസ് ചെയ്യുന്നു, ആദ്യത്തെ ടൈറ്റിൽ എഴുതുന്നു, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ ഫംഗ്ഷൻ ഇതാണെന്ന് എഴുതുന്നു. അങ്ങനെ ഒരു കുറച്ചങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റിന്റെ മാർക്കിനനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓപ്പാമ്പിന്റെ എസ്സെ ചോദിക്കുന്നതാണ്. പഠിക്കാതെ പോകരുത്, അത്ര ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഓപ്പാം. ഡ്രോ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഓപ്പാം. തെറ്റിപ്പോകരുത് കേട്ടോ. ഓപ്പാമ്പ് പഠിക്കുമ്പോൾ അതിൽ അവസാനമായി വരുന്നതാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് വോൾട്ടേജ് ട്രാൻസ്ഫർ കർവും, രണ്ടാമത്തേത് ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി ആണ്, വൈ ആക്സിസിൽ ഗെയിൻ ഇൻ dB ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 3 ഫ്രീക്വൻസി റേഞ്ചായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേത് ലോ ഫ്രീക്വൻസി റേഞ്ച്, രണ്ടാമത്തെ മീഡിയം ഫ്രീക്വൻസി റേഞ്ച്, മൂന്നാമത്തെ ഹൈ ഫ്രീക്വൻസി റേഞ്ച്. അതായത് 0 മുതൽ FC എന്ന് പറയുന്നത് സെന്റർ ഫ്രീക്വൻസി ആണ്. FC സെന്റർ ഫ്രീക്വൻസി ഓർ ക്രിട്ടിക്കൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും പറയും. സെന്റർ ഫ്രീക്വൻസി FC. 0 മുതൽ FC വരെ ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. മീഡിയം ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാൻ തുടങ്ങും. ഗെയിൻ സ്റ്റാർട്ട്സ് ഡിക്രീസിങ്. ഹൈ ഫ്രീക്വൻസിയിൽ വീണ്ടും ഗെയിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഡിക്രീസ് ആയി 0 എത്തിച്ചേരുന്നു. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -20 dB per decade ആയിരിക്കും ഹൈ ഫ്രീക്വൻസിയിൽ. ദ സ്ലോപ്പ് വിൽ ബി -20 dB per decade. ഒന്നും ചെയ്യേണ്ട. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുമ്പോൾ ഇത് വരച്ച് വെക്കുക. ഓക്കെ, കോമൺ ആയിട്ട് ചോദിക്കുക വോൾട്ടേജ് ട്രാൻസ്ഫർ കർവാണ് ചോദിക്കുക. പക്ഷെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അപ്പൊ അതും കൂടി പഠിക്കുക. ഓക്കെ, ഇതാണ് വരച്ച് പഠിക്കാനുള്ളത് കേട്ടോ. തെറ്റിപ്പോരുത്. എക്സ് ആക്സിൽ ഫ്രീക്വൻസി, വൈ ആക്സിൽ ഗെയിൻ ആണ്. വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് ആകുമ്പോൾ എക്സ് ആക്സിൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, വൈ ആക്സിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് വരുന്നത്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ എല്ലാം നമ്മുടെ വൺസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഓരോ സെഷൻ ബൈ സെഷൻ ആയിട്ട് ക്ലാസ്സുകൾ ഫുൾ ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രയൊക്കെ ടെക്സ്റ്റ് ബുക്ക് പോയാലും വേറെ യൂട്യൂബ് ചാനലിൽ പോയാലും കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൺസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് വീഡിയോ കാണുക. അത് പഠിച്ചാൽ തന്നെ LIC എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പാസ്സാവാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽ എല്ലാം വൺസ് ആപ്പിലുണ്ട്. അപ്പൊ നമുക്കിതില് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ലോ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും, ഹൈ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും, അതുപോലെ മീഡിയം ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇത് ഡെഫിനേഷൻ ആയിട്ട് 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഒരു ഓപ്പാമ്പിന് 2 ടെർമിനൽസ് ഉണ്ട്, ഇൻവെർട്ടിങ്ങും നോൺ ഇൻവെർട്ടിങ്ങും. അതിലോട്ട് ഇൻപുട്ട് കൊടുക്കുന്നില്ല. ഇൻപുട്ട് കൊടുക്കുന്നത് 0 ആണ്. അപ്പോൾ എന്തായിരിക്കണം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും 0 ആയിരിക്കണം അല്ലേ? V0 ഷുഡ് ബി 0. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെയല്ല. ഇൻപുട്ട് 0 ആയാലും ഔട്ട്പുട്ടിൽ ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. അതിനെയാണ് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് വോൾട്ടേജ് ഡെഫിനിഷൻ നോക്കാം. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് is the small differential DC voltage that must be applied between inverting and non-inverting input of op-amp to make the output voltage 0. ഇൻപുട്ട് കൊടുത്തില്ലെങ്കിലും അവിടെ ഒരു ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടാവും.
ആ വോൾട്ടേജിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ടെർമിനൽ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് VIO എന്ന് പറയുന്നത്. Okay. In ideal op-amp, when both inputs are 0, the output will be 0. But in practical, the op-amp, due to internal mismatch, the output is not exactly 0 when the input are equal. Input 0 ആണെങ്കിലും output 0 ആവില്ല പ്രാക്ടിക്കൽ കേസിൽ. So, a small voltage is required at the input terminal to cancel this offset voltage. This is called input offset voltage VIO. Input offset voltage VIO. ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അടുത്തതാണ് വാട്ട് ആർ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. നമ്മുടെ സിലബസിൽ ഒരു ലൈൻ ആയിരുന്നു ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാം, കമ്പയർ ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ ആൻഡ് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. ഒറ്റ കാര്യമുള്ളൂ, ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നിന്ന് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. അതേസമയം ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ട് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ. ഓപ്പാമ്പിന്റെ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനും ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. മൊഡ്യൂൾ 1 നമുക്ക് പറയാനുള്ളത് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണ്. 3 എണ്ണമാണുള്ളത്. ഒന്നാമത്തേത് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. 2 കോൺഫിഗറേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറും അതുപോലെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറും. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ 3 ഡയഗ്രാം അതുപോലെ വരയ്ക്കുക. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, 3 എണ്ണം അതുപോലെ വരയ്ക്കുന്നു. എന്നിട്ട് ഈ കാര്യം എഴുതുക. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആർ ഓപ്പാമ്പ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ലൈൻ. ഒരു ഓപ്പാമ്പിൽ ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. ദേ ഇൻക്ലൂഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അതാണ് ഒന്നാമത്തേത്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ രണ്ടാമത്തേത്, ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ. 3 കോൺഫിഗറേഷൻ ആണുള്ളത്, ഡിഫറൻഷ്യൽ, ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ, where the output is proportional to the open loop gain times into input difference. അതിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻറ്റു ഡിഫറൻഷ്യൽ വോൾട്ടേജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻറ്റു ഡിഫറൻഷ്യൽ വോൾട്ടേജ്. കിട്ടിയല്ലോ? കാര്യം മനസ്സിലായില്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് പഠിച്ചു കേട്ടോ. ഇനി ഡിഫൈൻ ഇൻപുട്ട് ബയാസ് കറന്റ് ആൻഡ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. ഇൻപുട്ട് ബയാസ് കറന്റ് IB ആൻഡ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് IOS, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഇൻപുട്ട് ബയാസ് കറന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. IB is equal to IB1 plus IB2 divided by 2. അതായത് ഒരു ഓപ്പാമ്പിന് 2 ടെർമിനൽസ് ഉണ്ട്. ആദ്യത്തെ ടെർമിനലിലോട്ട് IB1 കറന്റ് ഫ്ലോ ചെയ്യുന്നു, രണ്ടാമത്തെ ടെർമിനലിലോട്ട് IB2 ഫ്ലോ ചെയ്യുന്നു. സോ അതിന്റെ ആവറേജ് ആണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് ബയാസ് കറന്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ബയാസ് കറന്റ് ഈസ് ഈക്വൽ ടു IB1 plus IB2 divided by 2. Input bias current is the average of the current flowing into the inverting and non-inverting input terminals of op-amp. It is represented by IB is equal to IB1 plus IB2 divided by 2. Equation പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്? ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ഒരു ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ടെർമിനലിലോട്ട് IB1 എന്ന് പറയുന്ന കറന്റ് ഫ്ലോ ചെയ്യുന്നു, IB2 എന്ന് പറയുന്ന കറന്റ് ഫ്ലോ ചെയ്യുന്നു. അവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഈക്വൽ ടു IB1 മൈനസ് IB2. ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ bias current of 2 input terminals of op-amp. Difference between IB1 and IB2. ഈ രീതിയിലുള്ള ഡെഫിനിഷൻസ് ആണ് എക്സാമിന് ചോദിക്കുക. എന്തായാലും ഉണ്ടാവും. CMRR ഉണ്ടാവും, സ്ലൂ റേറ്റ് ഉണ്ടാവും, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടാവും, ബയാസ് കറന്റ് ഉണ്ടാവും, അതുപോലെ ഇൻപുട്ട് ബയാസ് കറന്റ്, അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
അടുത്ത് അത്രയുമാണ് നമ്മുടെ ഓപ്പാമ്പ് എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവസാനത്തെ സെഷനായ ഓപ്പാമ്പില്ലേ, അതിന്റെ ഇത്രയും കാര്യങ്ങളാണ് സിലബസിലെ എല്ലാ ലൈനെയും നമ്മൾ ടച്ച് ചെയ്തു. ഇനി നമ്മൾ പോകുന്ന നേരെ ഫസ്റ്റ് സെഷനായ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലോട്ടാണ്. SI ടൈപ്പിൽ നിന്ന് കുറേ സാധനങ്ങൾ വരും, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നോക്കാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് BJT ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് നീറ്റ് ഡയഗ്രാം. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക യൂസിങ് BJT. ട്രാൻസിസ്റ്റർ വെച്ചാണ് ആദ്യത്തെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വരുന്നത്. ഓപ്പാമ്പ് വെച്ച് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സെറ്റ് ചെയ്യാം, അത് ഓപ്പാമ്പ് അപ്ലിക്കേഷൻസിലെ അടുത്ത മൊഡ്യൂളിലാണ് വരുന്നത്. ആദ്യ സെഷനിൽ ട്രാൻസിസ്റ്റർ വെച്ചാണ് കേട്ടോ. അപ്പൊ ഈ സർക്യൂട്ട് ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഇത് നോക്കിയേ, ഇതൊരു ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻപുട്ട് വരുന്നുണ്ട്. ഇതാണ് ഇൻപുട്ട് 1, ഇതാണ് ഇൻപുട്ട് 2. ഇതാണ് ട്രാൻസിസ്റ്റർ 1 Q1, ഇതാണ് Q2, RC, ഇൻപുട്ട് റെസിസ്റ്റൻസ്, എമിറ്റർ റെസിസ്റ്റൻസ്, ഇത്രയുമാണ് വരുന്നത്. ഇതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് 2 പ്ലസ് VCC മൈനസ് V. ഇതാണ് ഇതിന്റെ സർക്യൂട്ട് സെറ്റപ്പ് ആയിട്ട് വരുന്നത്. ഡ്യുവൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ആ ട്രാൻസിസ്റ്ററിൽ രണ്ട് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ രണ്ട് ട്രാൻസിസ്റ്ററിന്റെയും കളക്ടർ എന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. രണ്ട് ട്രാൻസിസ്റ്ററിന്റെയും കളക്ടർ എന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. ഇതാണ് ഒരു ബേസിക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. 4 കോൺഫിഗറേഷൻ ഉണ്ട്. ഒരു ബേസിക് സെറ്റപ്പ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ? എ BJT ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈ സർക്യൂട്ട് ദാറ്റ് ആംപ്ലിഫൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻപുട്ട് സിഗ്നൽസ്. ആ പേരിൽ തന്നെ കിട്ടും, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. രണ്ട് ടെർമിനൽസിലെ ഇൻപുട്ടിനെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. വൈൽ റിജക്ടിങ് ദ കോമൺ മോഡ് സിഗ്നൽ പ്രസന്റ് ഓൺ ദ ഇൻപുട്ട്. രണ്ട് സൈഡിലും ഒരേ വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ അതിനെ റിജക്ട് ചെയ്യും. ഡിഫറൻസ് വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ അതിനെ ഡിഫറൻസ് കണ്ടുപിടിച്ച് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ V1 ഈക്വൽ ടു V2, ഇതാണ് V1 എന്ന് പറയുന്നത്, ഇതാണ് V2 എന്ന് പറയുന്നത്. V1 ഈക്വൽ ടു V2, ബോത്ത് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ഈക്വലി, ഔട്ട്പുട്ട് ഈസ് 0. രണ്ടും ഒരേപോലെ കണ്ടക്ട് ചെയ്യുകയും IC1 ഈക്വൽ ടു IC2 ആവുകയും അതിന്റെ ഔട്ട്പുട്ട് 0 ആവുകയും ചെയ്യുന്നു. വെൻ V1 ഈസ് ഗ്രേറ്റർ ദാൻ V2, ഈ വോൾട്ടേജ് ഇതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ആദ്യം കണ്ടക്ട് ചെയ്യുക Q1 ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. Q1 conducts more, Q2 conducts less. When V1 less than V2, V1 എന്ന് പറയുന്നത് ഒരു 3 വോൾട്ടേജും ഇതൊരു 5 വോൾട്ടേജും ആണെങ്കിൽ Q2 conducts more and output will be reverse. ഇതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. രണ്ട് മോഡാണ് വരുന്നത്, ഡിഫറൻഷ്യൽ മോഡും അതുപോലെ കോമൺ മോഡും. ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഡിഫറെന്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ആംപ്ലിഫൈസ് ദ ഡിഫറൻസ്. കോമൺ മോഡ് എന്ന് പറയുന്നത് രണ്ടിലും ഒരേ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഔട്ട്പുട്ട് റിജക്ട് ദ കോമൺ മോഡ് സിഗ്നൽ, ഔട്ട്പുട്ട് വിൽ ബി 0. ഇതിന് ഡീറ്റെയിൽഡ് ക്ലാസ് ഒക്കെ നമ്മുടെ തിയറി ക്ലാസ്സിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അധികം അങ്ങനെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറയാനുള്ള ടൈം ഇല്ല, കാരണം എൻ്റെ മൊഡ്യൂൾ നമുക്ക് ടച്ച് ചെയ്ത് പോകണം. ഓക്കെ, ഇത് പഠിക്കാം കേട്ടോ. ഇനിയുള്ളതാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് കോൺഫിഗറേഷൻ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കൂടെ കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഒന്നാമത്തെ കോൺഫിഗറേഷൻ ആണ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഡ്യുവൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുത്തു, ഇവിടെ ഇൻപുട്ട് കൊടുത്തു. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും കളക്ടർ എന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതാണ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ. രണ്ടാമത്തേതാണ് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ രണ്ടാമത്തെ കോൺഫിഗറേഷൻ. ഡ്യുവൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും ഇൻപുട്ട് കൊടുത്തു, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. അൺബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് മാത്രമേ എടുക്കുള്ളൂ, ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് മാത്രമേ എടുക്കുള്ളൂ, മറ്റത് കൺസിഡർ ചെയ്യില്ല. അതാണ് അൺബാലൻസ്ഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ട് മാത്രം കൊടുക്കുന്നു, മറ്റത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്നു. സിംഗിൾ ഇൻപുട്ട് എന്ന് ഒരു ഇൻപുട്ട് കൊടുക്കുക, മറ്റേ ഗ്രൗണ്ട് ചെയ്യുക. ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുക. നാലാമത്തെ കോൺഫിഗറേഷൻ ആണ് സിംഗിൾ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. സിംഗിൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ
ഒരു ട്രാൻസിസ്റ്റർ ഇൻപുട്ട് കൊടുക്കുന്നു, അൺബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്നു. ഇത്രയുമാണ് 4 കോൺഫിഗറേഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ഫിഗർ അങ്ങനെ വരച്ചു വയ്ക്കുക. 4 കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, കാര്യം മനസ്സിലായോ? ഈ ഫിഗർ, ഈ ഫിഗർ, ഈ ഫിഗർ, ഈ ഫിഗർ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കാണുമ്പോൾ പേടിക്കും. അത്രയേ ഉള്ളൂ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. എനിക്ക് കുറേ മാർക്ക് വേണം, എനിക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതുകൂടി ആഡ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ ഡിഫറൻഷ്യൽ ഗെയിൻ്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറൻഷ്യൽ ഗെയിൻ, അതുപോലെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഓരോന്നിൻ്റെയും ഇത് ആരാണോ ഈ 2 സ്ലൈഡ് പഠിക്കുന്നത് അവർക്ക് കുറേ മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഒന്ന് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ സർക്യൂട്ട് ഡയഗ്രാം, ഗെയിൻ്റെ ഫൈനൽ ഇക്വേഷൻ, ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ ഫൈനൽ ഇക്വേഷൻ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ ഫൈനൽ ഇക്വേഷൻ. അതുപോലെ അടുത്ത കാറ്റഗറി ഇത് അതുപോലെ പഠിക്കുക. ഓക്കെ, കുറച്ച് ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ അത് ഇപ്പൊ പറയുന്നില്ല. ആ ഫൈനൽ ഇക്വേഷൻ എന്തായാലും അതിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസ് എ, ഇത് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത് എ സി അനാലിസോ ഡി സി അനാലിസോ ചോദിക്കാതെ ആൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഡി സി അനാലിസിസും എ സി അനാലിസിസും. അപ്പോൾ എക്സ്പ്ലെയിൻ ഡി സി അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് ബി ജെ ടി. ബി ജെ ടിയുടെ ഡി സി അനാലിസിസ് ചെയ്യുക, 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഡയഗ്രാം അതുപോലെ വരയ്ക്കുക. ഡി സി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. എ സി എല്ലാം ഗ്രൗണ്ട് ചെയ്തു, ഡി സി മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഡി സി അനാലിസിസ് ഡിറ്റർമിൻസ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് വാല്യൂസ്. ഈ 2 വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഐ സി ക്യു എന്ന് പറയുന്നത് കളക്ടർ കറന്റ്, രണ്ടാമത്തേത് വി സി ക്യു കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഫോർ ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഈ 2 വാല്യൂ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെറിവേഷൻ എഴുതി കഴിഞ്ഞാൽ ഡി സി അനാലിസിസ് കംപ്ലീറ്റ് ആയി. ഇത്രേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. എക്സ്പ്ലെയിൻ ഡി സി അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് ബി ജെ ടി. ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നു, നമ്മൾ ഡെറിവേഷൻ ഉണ്ട്, ഈ 2 വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഇത് പഠിച്ചോളൂ കേട്ടോ. ഇപ്പൊ ഡി സി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഐഡന്റിക്കൽ ക്യാരി വരുന്നത് Q1 എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ്, Q2 എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ്. അതുപോലെ അതിന്റെ എമിറ്റർ റെസിസ്റ്റൻസ് എല്ലാം ഐഡന്റിക്കൽ ആണ്. സോ RE വിൽ ബി R1 പാരലൽ RE2. കളക്ടർ റെസിസ്റ്റൻസ് ഐഡന്റിക്കൽ ആണ്, RC1 RC2. സപ്ലൈ വോൾട്ടേജ് സിമിലർ ആണ്, പ്ലസ് VCC അതുപോലെ മൈനസ് VE. അപ്പോൾ ഇത് വെച്ചുള്ള ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ എല്ലാം നമ്മുടെ ആപ്പിൽ വൺസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡെറിവേഷൻ, ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് വാല്യൂസ് ICQയുടെ വാല്യൂ ആണ്. ICQ വിൽ ബി VEE മൈനസ് VBE ഡിവൈഡ് ബൈ 2RE. VEE minus VB divided by 2RE can be also represented as VEE minus VB divided by RS by beta plus 2RE. ഇത് അതുപോലെ പഠിക്കാം. VCQ ഒന്നാമത്തെ ഇക്വേഷൻ ഇത്, രണ്ടാമത്തെ ഡെറിവേഷൻ ഇത്. VCC plus VBE minus ICQ RC. ശരിക്കും ഇതുപോലെ ചെയ്യേണ്ടത്. നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, ഹെഡിങ് കൊടുക്കുക DC അനാലിസിസ്, അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക, അതിന് ഫൈനൽ ഇക്വേഷൻ എഴുതി വെക്കുക. അങ്ങനെ എല്ലാത്തിനും ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഓക്കെ, എല്ലാം അങ്ങനെ ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാം, ഫൈനൽ ഇക്വേഷൻ എല്ലാം ആദ്യം പഠിക്കുക. ഡെറിവേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ കിട്ടിയല്ലോ. DC അനാലിസിസ് എന്ന് പറയുമ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നു, ഡിറൈവ് ചെയ്യുന്നു, ഈ 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എത്തിക്കുന്നു. അടുത്ത എസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പെർഫോം AC അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദീസ് വാല്യൂസ്. AC അനാലിസിസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ, ആ മൊഡ്യൂളിലെ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ആണ് AC അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഒന്നാമത്തേത് ഡിഫറൻഷ്യൽ ഗെയിൻ കണ്ടുപിടിക്കുക. രണ്ടാമത്തേത്
കോമൺ മോഡ് ഗെയിൻ ഡിറൈവ് ചെയ്യുക. 3 ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിറൈവ് ചെയ്യുക. 4 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. അഞ്ചാമത്തെ ഒരു വാല്യൂ കൂടി ഉണ്ട്, CMRR ഡിറൈവ് ചെയ്യണം. CMRR വിൽ ബി AD ബൈ ACM ആയിരിക്കും. AD ഓൾറെഡി ഡിറൈവ് ചെയ്യുന്നുണ്ട്, ACM ഓൾറെഡി ഡിറൈവ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? അപ്പൊ AC അനാലിസിസ് എന്ന് പറയുമ്പോൾ 5 വാല്യൂസ് ഡിറൈവ് ചെയ്യുന്നതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തേത് ഡിഫറൻഷ്യൽ ഗെയിൻ എന്നുള്ളത് കൊടുക്കുക. അതിന്റെ ഈ സർക്യൂട്ട് വരയ്ക്കുക. AC ഇക്വലന്റ് സർക്യൂട്ട് ഫോർ ഡിഫറൻഷ്യൽ ഓപ്പറേഷൻ. അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ AC ഇക്വലന്റ് സർക്യൂട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഒരു സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, അതർ സൈഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. DC സപ്ലൈ ഈസ് ഗ്രൗണ്ടഡ് ഫോർ AC ഇക്വലന്റ് സർക്യൂട്ട്. ഈ സർക്യൂട്ട് അതുപോലെ വരയ്ക്കുക. ഇതിന്റെ ഹൈബ്രിഡ് മോഡലാണ്, H പാരാമീറ്റർ ഡെറിവേഷൻ ആണ് വരുന്നത്. H പാരാമീറ്റർ മോഡല് ഇത് വരയ്ക്കുക. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇതെനിക്ക് പറ്റോ ഇല്ലയോ എന്നില്ല, വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പറ്റും. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്, essay ടൈപ്പ് ആയിട്ടുള്ള ഒരു 9 മാർക്ക് എന്ന് പറയുന്നത് സുഖമായിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കുക. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഈ സർക്യൂട്ട് അതുപോലെ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് 2 ഇക്വേഷൻ മാത്രമാണ് ഡിഫറൻഷ്യൽ ഗെയിൻ വരുന്നത്. ഡിഫറൻഷ്യൽ ഗെയിന്റെ ഒന്നാമത്തെ ഫൈനൽ വാല്യൂ ആണ് AD = HF × RC ഡിവൈഡ് ബൈ 2 × RS plus HIE. This is for unbalanced output. VS എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണ്. ഇത് അതുപോലെ പഠിക്കുക. ഡിഫറൻഷ്യൽ ഗെയിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ആണ്. ബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ AD = HF × RC ഡിവൈഡ് ബൈ RS plus HIE എന്നുള്ള ഡെറിവേഷനിലോട്ട് എത്തിക്കുക. ഇതാണ് ഫൈനൽ വാല്യൂ. അപ്പോൾ ഡിഫറൻഷ്യൽ ഗെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഡയഗ്രാം, അതിന് ഇക്വലന്റ് സർക്യൂട്ട്, ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ഇങ്ങനെ എഴുതിയാൽ തന്നെ പേപ്പറിൽ ഇഷ്ടം പോലെ 30 പേജേ ഉള്ളൂ. ഓക്കെ, അത് എഴുതുമ്പോൾ തന്നെ ഇത് വരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് പേജ് അങ്ങോട്ട് പോകും. ഇനി രണ്ടാമത്തെ കോമൺ മോഡ് ഗെയിൻ. കോമൺ മോഡ് ഗെയിൻ AC കണ്ടുപിടിക്കാനുള്ള ഇക്വലന്റ് സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അതുപോലെ പഠിക്കുക. AC ഇക്വലന്റ് സർക്യൂട്ട് ഫോർ കോമൺ മോഡ് ഓപ്പറേഷൻ. അതിന്റെ ഹൈബ്രിഡ് മോഡല് ഈ സർക്യൂട്ട് അതുപോലെ വരച്ച് പഠിക്കുക. കോമൺ മോഡ് ഗെയിൻ ആണ് ഫൈനൽ ഇക്വേഷൻ. AC = -HF × RC ഡിവൈഡ് ബൈ RS plus HIE plus 2RE × 1 plus HFE എന്നുള്ളത് പഠിക്കുക. ഇതാണ് കോമൺ മോഡ് ഗെയിന്റെ ഫൈനൽ എക്സ്പ്രഷൻ. ഇനിയുള്ളതെല്ലാം ചെറുതാണ്. അതായത് ഡിഫറൻഷ്യൽ ഗെയിനും കോമൺ മോഡ് ഗെയിൻ ആണ് കുറച്ച് ഡെറിവേഷൻ വരുന്നത്, ബാക്കിയുള്ളതെല്ലാം ചെറുതാണ് വരുന്നത്. മൂന്നാമത്തെ വാല്യൂ ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, CMRR. ദാറ്റ് ഈസ് AD ബൈ ACM. നമ്മൾ AD നേരത്തെ കണ്ടിട്ടുണ്ട്, AC നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ആണ് CMRR = RS plus HIE plus 2RE × 1 plus HFE ഡിവൈഡ് ബൈ RS plus HIE. നാലാമത്തെയാണ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ് RI = 2 × RS plus HIE. ഈ ഇക്വേഷൻ പഠിക്കാം കേട്ടോ. RI = 2 × RS plus HIE. അഞ്ചാമത്തെയാണ് ഔട്ട്പുട്ട് ഇംപെഡൻസ്. ഔട്ട്പുട്ട് ഇംപെഡൻസ് R0 വിൽ ബി കളക്ടർ റെസിസ്റ്റൻസ് RC. ഈ ഒരു വാല്യൂ മാത്രം പഠിക്കാം. R0 = RC. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ഇതൊരു വലിയ ടോപ്പിക്കാണ്. AC അനാലിസിസ് എന്ന് പറയുമ്പോൾ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കുറെ മാർക്ക് കിട്ടും. മാറി നിൽക്കേണ്ട ആവശ്യമില്ല. AC അനാലിസിസ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. ഈ സർക്യൂട്ട് ഡയഗ്രം വരച്ചു, അതിന് ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു, 2 ഇക്വേഷൻ എഴുതി. കോമൺ മോഡ് ഗെയിന്റെ സർക്യൂട്ട് ഡയഗ്രം വരച്ചു, അതിന് ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു, ഫൈനൽ ഇക്വേഷൻ എഴുതി. കോമൺ മോഡ് CMRRന്റെ ഇക്വേഷൻ പഠിച്ചു. അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ പരിപാടി തീരും. DC അനാലിസും AC അനാലിസും പഠിക്കാതെ എക്സാമിന് പോരുത്. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം essay ആയിട്ട് അവിടെ നിന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് AC അനാലിസിസ് ഒരു ക്വസ്റ്റ്യൻ വരും, അതുപോലെ ഓപ്പാമ്പ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എക്സാമിന് എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സിലബസ് വെച്ച് നോക്കി മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ.
ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ട്രാൻസ്ഫർ കർവ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓപ്പാമ്പിന് വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് ഇല്ലേ, അതുപോലെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ട്രാൻസ്ഫർ കർവ് ആണ്. എക്സ് ആക്സിൽ എന്താണ്? നോർമലൈസ്ഡ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരുന്നത് കളക്ടർ കറന്റ് ആണ്. കാരണം എന്താണ്? ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ നിന്നാണ് ഇൻപുട്ട് എടുക്കുന്നത്. ഇൻപുട്ട് രണ്ട് സൈഡിലും കൊടുക്കുന്നതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. ഇതാണ് IC1 എന്ന് പറയുന്നത്. IC1ന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് IC1. ഇതാണ് IC2 എന്ന് പറയുന്നത്. IC2ന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ റേഞ്ച് ആണ് ലീനിയർ റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ച് ആണ് ലീനിയർ റേഞ്ച്. ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് പോവുകയാണ്. ഇതിന്റെ തിയറി എല്ലാം നമ്മുടെ വാട്സാപ്പിൽ ഡൗൺലോഡ് ചെയ്യുക, അതിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഗ്രാഫ് അതുപോലെ വരയ്ക്കുക. സർക്യൂട്ട് ഡയഗ്രം ഗ്രാഫും അതുപോലെ പ്ലേസ് ചെയ്യുക. എന്തായാലും ക്വസ്റ്റ്യൻ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്ത് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഏരിയയുമായിട്ട് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്തായിരുന്നു? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പഠിച്ചു. അതിന്റെ 4 കോൺഫിഗറേഷൻസ് നോക്കി, AC അനാലിസിസ് നോക്കി, DC അനാലിസിസ് നോക്കി. ഇനി ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ ചെറുതായിട്ട് സൈഡിൽ കിടക്കുന്ന 2 ടോപ്പിക്കാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സും കോൺസ്റ്റന്റ് കറന്റ് ബയാസും. ആ പേരിൽ തന്നെ കിട്ടും. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വോൾട്ടേജ് കൊടുക്കുക, അതായത് സപ്ലൈ വേരിയേഷനോ ടെമ്പറേച്ചറിലെ വേരിയേഷനോ എന്ത് വന്നാലും ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ വർക്കിന് വ്യത്യാസം വരരുത്. കോൺസ്റ്റന്റ് ആയിട്ട് കറന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് യൂസിങ് BJT. എന്താണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് എന്ന് പറയുന്നത്? എ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് is an active circuit that provides fixed current to the differential amplifier. അതാണ് ഇമ്പോർട്ടന്റ്. Fixed current to the differential amplifier independent of supply voltage, temperature and load variation. സറൗണ്ടിങ്സിലോ സർക്യൂട്ടിലോ എന്ത് വേരിയേഷൻ വന്നാലും ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ വർക്കിങ്ങിനെ തടസ്സപ്പെടുത്തരുത്. അതിനുവേണ്ടി കൊടുക്കുന്നതാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. ഈ പോയിന്റ്സ് ആണ് എക്സാമിന് എഴുതി വെക്കേണ്ടത്. സപ്ലൈസ് കോൺസ്റ്റന്റ് കറന്റ് ടു ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, implemented using transistor or current mirror circuit, improves common mode rejection ratio and voltage gain, reduces effect of supply voltage variation, provides stable biasing used in op amps and ICs. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓടിച്ച് പോകുന്നത്. എന്തിനാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഉപയോഗിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് നീഡ് ഫോർ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. ബയാസ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് എമിറ്റർ കറന്റ് കൊടുക്കാൻ വേണ്ടിയാണ്, ഇൻക്രീസസ് ഡിഫറൻഷ്യൽ ഗെയിൻ, റെഡ്യൂസസ് കോമൺ മോഡ് ഗെയിൻ, അതുവഴി നമുക്ക് CMRR എന്ന് പറയുന്നത് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. റെഡ്യൂസസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് എന്ന് കാണണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്യുക. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇത്രയും സെഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇതാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആയിട്ട് വരുന്നത്. ഈ സർക്യൂട്ട് ഡയഗ്രാം അതുപോലെ വരച്ചു പഠിക്കുക. ഓക്കെ, അതിന്റെ എമിറ്റർ സൈഡിൽ കൊടുക്കുന്നതാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ഓഫ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് അതുപോലെ വരച്ചു പഠിക്കുക. ഇനി അതിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സിന്റെ ഔട്ട്പുട്ട് കറന്റിനുള്ള ഇക്വേഷൻ ആണ്. IE3 will be IE3 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അതിന്റെ ഡെറിവേഷൻ ഉണ്ട്. അതിന്റെ ഫൈനൽ വാല്യൂ എന്തായാലും പഠിക്കുക. ദാറ്റ് ഈസ് VEE into R2 divided by R1 plus R2 minus VB divided by R3. IC3 equal to IE3. കാരണം കളക്ടർ കറന്റ് 3 തന്നെയാണ് IE3 ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻസ് ഓഫ് ഫാക്ട്, നീഡ്, അതുപോലെ സർക്യൂട്ട് ഡയഗ്രം ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ ഫൈനൽ ഡെറിവേഷൻ ഉണ്ട്. ഇത് എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ, കാരണം ഇത് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഡ്രൈ ആണെന്നിരിക്കും, പക്ഷെ ഇത് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, വാട്സാപ്പിൽ ഉണ്ട്. അത് നോക്കുക, അതുപോലെ പഠിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് ബയാസ്. ആദ്യത്തെ എന്തായിരുന്നു? കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ്. ഇത് കോൺസ്റ്റന്റ് കറന്റ് ബയാസ് ആണ്. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ പഠിക്കാം.
എന്താണ് ഉപയോഗിക്കുന്നത്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് ബയാസ് യൂസസ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. അവിടെ ഉപയോഗിക്കുന്നത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് തന്നെയാണ്. ഇൻ എമിറ്റർ ടു പ്രൊവൈഡ് സ്റ്റേബിൾ ബയാസിംഗ് ആൻഡ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ റെസിസ്റ്റർ ഇൻ ദ എമിറ്റർ, ഇവിടെ RE യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് RE ക്യാൻസൽ ചെയ്തിട്ട് എ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഈസ് യൂസ്ഡ് ടു സപ്ലൈ ഫിക്സഡ് കറന്റ്. ഇപ്പൊ റെസിസ്റ്റർ ബയാസിംഗ് മാറ്റിയിട്ട് അവിടെ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് കണക്ട് ചെയ്യുന്നതിനെയാണ് കോൺസ്റ്റന്റ് കറന്റ് ബയാസ് എന്ന് പറയുന്നത്. RE എമിറ്റർ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് അവിടെ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് വെക്കുന്നതിനെയാണ് കോൺസ്റ്റന്റ് കറന്റ് ബയാസ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, എന്തിനാണ് അത് വെക്കുന്നത്? കീപ്സ് ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് സ്റ്റേബിൾ, ICക്കും അതുപോലെ VCQന്റെ വാല്യൂ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി. ഇംപ്രൂവ്സ് CMRR, റെഡ്യൂസസ് ഡെഫക്റ്റീവ് ടെമ്പറേച്ചർ വേരിയേഷൻ, പ്രൊവൈഡ്സ് ബെറ്റർ സിമെട്രി. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കോൺസ്റ്റന്റ് കറന്റ് ബയാസ് ഉപയോഗിക്കുന്നത്. ഇതാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. വേറൊരു കാര്യം, 4 മെത്തേഡ്സ് ആണ് വരുന്നത്. ഒന്നാമത്തേത് സിമ്പിൾ ബയാസിംഗ് ടെക്നിക്, രണ്ടാമത്തേത് PN ഡയോഡ് ബയാസിംഗ്, മൂന്നാമത്തേത് സെനർ ഡയോഡ് ബയാസിംഗ്, നാലാമത്തേത് കറന്റ് മിറർ ബേസ്ഡ് ബയാസിംഗ്. ഈ 4 ടെക്നിക്കാണ് പഠിക്കേണ്ടത്. വെറുതെ കോൺസ്റ്റന്റ് കറന്റ് ബയാസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചോദിക്കാം. ഡീപ്പ് ലെവൽ ചോദ്യം വരികയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തേതാണ് സിമ്പിൾ കോൺസ്റ്റന്റ് കറന്റ് ബയാസിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ കോൺസ്റ്റന്റ് കറന്റ് ബയാസിംഗ്, അതിന്റെ സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് അതുപോലെ പഠിക്കുക. അതിന്റെ ഫൈനൽ കറന്റിനുള്ള ഇക്വേഷൻ ആണ്. ആൻഡ് ഡെറിവേഷൻ നമ്മൾ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. I = VE minus R2 divided by R1 plus R2 VE minus VB3 divided by 2 RE എന്നുള്ള ഇക്വേഷൻ പഠിക്കാം. സർക്യൂട്ട് ഡയഗ്രം ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ. രണ്ടാമത്തെ മെത്തേഡ് ആണ് PN ഡയോഡ് ബയാസിംഗ്. ഇവിടെ നമുക്കൊരു ഡയോഡ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, PN ഡയോഡ് ബയാസിംഗ്. അതിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ് I = 1/2 RE into VE into R1 divided by R1 plus R2. ഇത് പഠിക്കുക, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. മൂന്നാമത്തേതാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. സെനർ ഡയോഡ് ബൈ യൂസിങ്, നേരത്തെ സാധാ സിലിക്കൺ ഡയോഡ് ആയിരുന്നു, ഇവിടെ സെനർ ഡയോഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് IE1 IE2 = VZ minus VB3 divided by 2 RE. ഫൈനൽ ഇക്വേഷൻ പഠിക്കുക. നാലാമത്തെ മെത്തേഡാണ് കറന്റ് മിറർ ബയാസിംഗ്. ഇതാണ് കറന്റ് മിറർ ബയാസിംഗ് ആയിട്ട് വരുന്നത്. കറന്റ് മിറർ സർക്യൂട്ട് ആണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് I = VBE minus VE divided by 2 R2. ഈ സ്ലൈഡ് പഠിച്ച് നിങ്ങൾ രക്ഷപ്പെടും. കോൺസ്റ്റന്റ് കറന്റ് ബയാസ് എന്ന് പറയുമ്പോൾ ഈ 4 ടെക്നിക്ക്, അതിന്റെ ഫൈനൽ ഇക്വേഷനും സർക്യൂട്ട് ഡയഗ്രാമും പഠിക്കാം. സിമ്പിൾ ബയാസിംഗ്, PN ഡയോഡ് ബയാസിംഗ്, സെനർ ഡയോഡ് ബയാസിംഗ് ആൻഡ് കറന്റ് മിറർ ബയാസിംഗ്. കിട്ടിയല്ലോ? അപ്പൊ അത് മാറ്റി വെക്കേണ്ട, അതും കൂടെ പഠിച്ച് മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കമ്പയർ കോൺസ്റ്റന്റ് കറന്റ് ബയാസ് ആൻഡ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഇൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇതാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്, ഇതാണ് കറന്റ്, ഇത് കറന്റ് ബയാസ്, ഇത് കറന്റ് സോഴ്സ് ആണ്. ഓക്കെ, ഡെഫിനിഷൻ എന്താണ്? ബയാസിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് കറന്റ് ഇൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിംഗ് റെസിസ്റ്റർ ആൻഡ് ട്രാൻസിസ്റ്റർ ബയാസിംഗ്. It supplies nearly constant current independent of voltage variation. ഇതിൽ റെസിസ്റ്ററും സിമ്പിൾ ബയാസ് നെറ്റ്വർക്ക് ആണ് കോൺസ്റ്റന്റ് കറന്റ് ബയാസിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററും കറന്റ് മിറർ സർക്യൂട്ടുമാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആണ്. കോൺസ്റ്റന്റ് കറന്റ് ബയാസ്, കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആണ്. സിമ്പിൾ സർക്യൂട്ട് സ്ലൈറ്റ്ലി കോംപ്ലക്സ്, ലോവർ CMR, ഹയർ CMR, മോഡറേറ്റ് ഗെയിൻ, ഹയർ ഗെയിൻ, poor performance in the case of power supply rejection ratio PSSR, better, less accurate, more accuracy. Application എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലാണ് കോൺസ്റ്റന്റ് കറന്റ് ബയാസ് ഉപയോഗിക്കുന്നത്. ഹൈ പെർഫോമൻസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലാണ് ആൻഡ് ഓപ്പംസിലാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഉപയോഗിക്കുന്നത്. രണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവനാണ് അടിപൊളി. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ് നല്ലത്. ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുക. ആ രീതിയിൽ പ്രതീക്ഷിക്കുക. നല്ല ടഫ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എങ്ങനെയാണെങ്കിലും നമുക്ക് എഴുതണം, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതണം. അപ്പോൾ ഇത് ടേബിൾ പഠിച്ച 2 സാധനത്തിന് കിട്ടും. ഒന്ന് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സിന് കിട്ടും, ഒന്ന് കോൺസ്റ്റന്റ്
കറണ്ട് ബയാസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് അതുപോലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാർക്ക് അടിക്കും. ഓക്കെ, അടുത്ത് ആ മൊഡ്യൂളിലെ അവസാനത്തെ ഏരിയയാണ്. ഒന്നാമത്തെ ഏരിയ പഠിക്കേണ്ടതായിരുന്നു ഓപ്പാംസ് പഠിച്ചു, രണ്ടാമത്തെ നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പഠിച്ചു, മൂന്നാമത്തെയാണ് കറന്റ് മിറർ. കുറച്ച് അഡ്വാൻസ് ആയ ടോപ്പിക്സ് ആണ് കറന്റ് മിറർ എന്ന് പറയുന്നത്. കറന്റ് മിറർ കാണുമ്പോൾ ഇരിക്കും ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഒന്നും നോക്കണ്ട, കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 4 കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഒന്ന് അതിന്റെ എന്താണ് കറന്റ് മിറർ എന്ന് പഠിക്കുക, രണ്ടാമത്തെ 2 ട്രാൻസിസ്റ്റർ മോഡൽ, മൂന്നാമത്തെ വിൽസൺ കറന്റ് മിറർ, മൂന്നാമത്തെ വിറ്റ്ലാർ കറന്റ് മിറർ. 4 അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്കും കിട്ടി. മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കറന്റ് മിറർ, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതാണ് കറന്റ് മിറർ എന്ന് പറയുന്നത്. ഇതാണ് റെഫറൻസ് കറന്റ്. ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ Q1 ഉണ്ട്, ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ Q2 ഉണ്ട്. ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ കറന്റിനെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കറന്റിലോട്ട് കോപ്പി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കറന്റ് മിറർ എന്ന് പറയുന്നത്. കറന്റ് മിറർ ഒരു മിറർ ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നിന്നുള്ള റെഫറൻസ് കറന്റിനെ അങ്ങോട്ട് കോപ്പി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കറന്റ് മിറർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് റെഫറൻസ് കറന്റ് ആയിരിക്കും. ഇതാണ് എൻറ്റയർ കറന്റ് മിററിന്റെ ബേസിക് കൺസെപ്റ്റ്. ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് കറന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഐ ഔട്ട് വിൽ ബി ഐ റെഫറൻസ്. ഓക്കെ, അപ്പൊ അത് നോക്കുക, എന്താണ് കറന്റ് മിററിന്റെ ഡെഫിനിഷൻ പഠിച്ചുകൊള്ളുക. ഇത് 3 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കറന്റ് മിറർ. ഓക്കെ, എ കറന്റ് മിറർ ഈസ് ആൻ അനലോഗ് സർക്യൂട്ട് യൂസ്ഡ് ടു കോപ്പി, അതാണ് ഇമ്പോർട്ടൻറ്റ്, കോപ്പി ഓർ മിറർ എ റെഫറൻസ് കറന്റ് ഫ്രം വൺ ബ്രാഞ്ച് ഓഫ് സർക്യൂട്ട് ഇൻ ടു അനദർ ബ്രാഞ്ച്. എൻറ്റയർ മൊഡ്യൂളിന്റെ എൻറ്റയർ കറന്റ് മിററിന്റെ ഡെഫിനിഷൻ ആണിത്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് കോൺസ്റ്റന്റ് കറന്റ് ഫ്ലോസ് in different parts of the circuit regardless of load variation. Current mirrors are widely used in analog IC and differential amplifier and operational amplifier and biasing network. ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്. എന്തിനാണ് കറന്റ് മിറർ യൂസ് ചെയ്യുന്നത്, ഇത് പഠിച്ചു വെക്കും. ഇത് പഠിച്ചു വെച്ചാലേ നമുക്ക് 4 ആൻസറിന്റെ കൂടെ എഴുതി വെക്കാൻ പറ്റും, 4 ടോപ്പിക്കിന്റെ കൂടെ എഴുതി വെക്കാൻ പറ്റും. എന്തിനാണ് കറന്റ് മിറർ യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് കോൺസ്റ്റന്റ് ബയാസ് കറന്റ്, to maintain stable operating points, to reduce dependency on resistors, to improve circuit stability, to generate multiple identical currents, to replace large resistors in IC design. ഈ സ്ലൈഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 2 ട്രാൻസിസ്റ്റർ മോഡൽ ചോദിച്ചാലും, വിൽസൺ കറന്റ് മിറർ ചോദിച്ചാലും, വിറ്റ്ലാർ കറന്റ് മിറർ ചോദിച്ചാലും ഈ കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഇനി ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ്. കറന്റ് മിറർ ചോദിച്ചാൽ ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക കേട്ടോ. ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയേ, ഇത് Q1 ആണ്, ഇത് Q2 ആണ്. ഇതിന്റെ ഔട്ട്പുട്ടിന് ഇങ്ങോട്ട് ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഇതാണ് RC1, ഇതാണ് ലോഡ് കറന്റ്. ഇവിടെ വരുന്ന കറന്റ് ആണ് റെഫറൻസ് കറന്റ് ഐ റെഫറൻസ്. ഇതാണ് ഔട്ട്പുട്ടിൽ വരുന്ന കറന്റ് ഐ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കറന്റിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്, ഐ ഔട്ട് ഈസ് ഈക്വൽ ടു ഐ റെഫറൻസ്. Output current will be approximately equal to reference current. 2 identical transistors are used. Base and collector of first transistor are connected. ഇത് കണക്ട് ചെയ്തിരിക്കുന്നു. സെയിം ബേസ് വോൾട്ടേജ് is applied to both the transistors. ഈ VB തന്നെയായിരിക്കും ഈ VB എന്ന് പറയുന്നത്, ബേസ് എമിറ്റർ വോൾട്ടേജ്. കാരണം എന്താ, രണ്ടും ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. Then since transistors are identical, emitter currents are equal, so collector currents are also equal. So എന്തായിരിക്കും, I out will be I reference. കാരണം എന്താണ്, നമുക്കറിയാം IC approximately equal to IE. ഈ കറണ്ട് തന്നെയാണ്, റെഫറൻസ് കറണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. എല്ലാം ഐഡന്റിക്കൽ ആണ്, അത് കോപ്പി ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ I out ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ടിനെ അടുത്ത ട്രാൻസിസ്റ്റർ കോപ്പി ചെയ്യുന്നതിനെയാണ് കറന്റ് മിറർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കുക, ഈ 3 എണ്ണത്തെ കുറിച്ചാണ് സിലബസിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. സിലബസ് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാം കിട്ടും. സിലബസ് മനസ്സിലാക്കുകയാണ് ഇതിന്റെ ഫസ്റ്റ് ലെവൽ. ഒന്നാമത്തെ പഠിക്കാനുള്ളത് 2 ട്രാൻസിസ്റ്റർ കറന്റ് മിറർ ആണ്. രണ്ടാമത്തെ വിൽസൺ കറന്റ് മിറർ ആണ്. മൂന്നാമത്തെ
വിറ്റ്ലാർ കറണ്ട് മിറർ ആണ്. 3 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. 3 സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, അതിന്റെ ഡെറിവേഷൻ പഠിക്കുക, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഇതാണ് അപ്ലിക്കേഷൻസ്. 3 കൂടെ എഴുതാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷൻസ് ആണ് ഇത്. എന്ത് ചോദിച്ചാലും കറണ്ട് മിററിന്റെ ജനറൽ അപ്ലിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബയാസിംഗ് ഇൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, യൂസ്ഡ് ഇൻ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, കറണ്ട് സോഴ്സ് ഇൻ അനലോഗ് IC, ആക്റ്റീവ് ലോഡ് ഇൻ ആംപ്ലിഫയർ സർക്യൂട്ട്, യൂസ്ഡ് ഇൻ കറണ്ട് സ്റ്റിയറിംഗ് സർക്യൂട്ട്, സിഗ്നൽ പ്രോസസിംഗ് സർക്യൂട്ട് ആൻഡ് IC വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട്. എന്ത് ചോദിച്ചാലും ഇത് എഴുതിച്ചോളൂ. ഇനി അതിൽ ഒന്നാമത്തെയാണ് 2 ട്രാൻസിസ്റ്റർ കറന്റ് മോഡൽ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് 2 ട്രാൻസിസ്റ്റർ കറന്റ് മിറർ വിത്ത് നീറ്റ് ഡയഗ്രാം. ഈ സർക്യൂട്ടാണ് നിങ്ങൾ വരച്ചു വെക്കേണ്ടത്. ഡീറ്റെയിൽസ് അധികം പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ ആപ്പിൽ എല്ലാം തിയറി സെഷൻസും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ചെയ്തതാണ് ഇത്. അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു പഠിക്കാം കേട്ടോ. ഇതാണ് റെഫറൻസ് കറന്റ് വരുന്നത്, ഇതാണ് Iout വരുന്നത്. 2 ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ Q1 Q2 എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റർ വെച്ചാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു പഠിക്കാം കേട്ടോ. A 2 transistor current mirror is a basic current mirror circuit that uses 2 identical transistors to copy reference current from one output branch to another output to provide a constant current. അതാണ് ഇതിന്റെ ബേസിക് ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് I0 വിൽ ബി, ഔട്ട്പുട്ട് കറന്റ് എന്ന് പറയുന്നത് റെഫറൻസ് കറന്റ് ആണ് വരിക. ഇതാണ് റെഫറൻസ് കറന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 2 transistor source are also called current mirror, which consist of 2 matched transistor Q1 and Q2 operating at the same temperature. 2 transistor are matched Q2 collector current IC2 will be approximately equal to Q1 collector current IC1, and Q2 collector current is said to be mirror image of the collector current of Q1. So this is the basic working principle of 2 transistor current mirror circuit. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ്. ഈ റെഫറൻസ് കറന്റിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. എല്ലാ വാല്യൂസും ഐഡന്റിക്കൽ ആണ്. സോ I0 will be I reference. സോ അതിന്റെ ഡെറിവേഷൻ ഉണ്ട്. ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. I reference equal to beta plus 2 into IC2 divided by beta. ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ ഡെറിവേഷൻ പഠിക്കുക. അടുത്താണ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് വിൽസൺ കറന്റ് മിറർ വിത്ത് സർക്യൂട്ട് ഡയഗ്രാം. രണ്ടാമത്തെ കറന്റ് മിറർ ആണ് വിൽസൺ കറന്റ് മിറർ എന്ന് പറയുന്നത്. അത് ആദ്യത്തുമായി ഈക്വൽ ആണ്. ഇത്രയും ഏരിയ ഈക്വൽ ആണ്. IC1 ഈക്വൽ ടു IC2, അത്രയും ഏരിയ ഈക്വൽ ആണ്. എക്സ്ട്രാ വന്നിരിക്കുന്നത് ഈ ഒരു ട്രാൻസിസ്റ്റർ മാത്രമാണ്. അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള കറന്റ് മിറർ നടക്കാൻ വേണ്ടിയാണ് ആ ട്രാൻസിസ്റ്റർ ആഡ് ചെയ്തിരിക്കുന്നത്. എ വിൽസൺ കറന്റ് മിറർ ഈസ് ആൻ ഇംപ്രൂവ്ഡ് കറന്റ് മിറർ സർക്യൂട്ട് ദാറ്റ് യൂസസ് 3 ട്രാൻസിസ്റ്റർ ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ഔട്ട്പുട്ട് കറന്റ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ റെഡ്യൂസിങ് ബേസ് കറന്റ് എറർ. ഒരു ഹൈ ആയിട്ടുള്ള കറന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, കോൺസ്റ്റന്റ് കറന്റ് ഒന്നുകൂടി നന്നാക്കി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്ട്രാ ട്രാൻസിസ്റ്റർ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സർക്യൂട്ട് ഡയഗ്രാം അതുപോലെ വരയ്ക്കുക. ചെറിയൊരു സർക്യൂട്ട് ഉള്ളൂ, കാണുമ്പോൾ പേടിക്കെങ്കിലും ചെറിയൊരു സംഭവമേ ഉള്ളൂ. തെറ്റാതെ വരച്ചു പഠിക്കുക കേട്ടോ. അതിന്റെ ഈ സർക്യൂട്ട് ഡയഗ്രാം. പിന്നെ നമുക്ക് എന്താണ് റെഫറൻസ് കറന്റ് ഫ്ലോസ് ത്രൂ Q1. ഇതാണ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് Q1 പാസ് ചെയ്യുന്നത്. Q1 ഡെവലപ്പ് ബേസ് എമിറ്റർ വോൾട്ടേജ്. ഇതിന് അക്രോസ് ആയിട്ട് VB പ്ലേസ് ചെയ്യും. സെയിം വോൾട്ടേജ് അപ്ലൈ ടു Q2. ആ വോൾട്ടേജ് തന്നെയാണ് Q2 പ്ലേസ് ചെയ്യുന്ന VB2. VB1 will be equal to VB2. Q2 mirrors the current. So Q2 എന്ന് പറയുന്നത് IC2 എന്ന് പറയുന്നത് will be approximately equal to I reference. Q3 provides the feedback. Q3 അത് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസ് കറന്റ് എറർ ഈസ് റെഡ്യൂസ്ഡ്. ഔട്ട്പുട്ട് കറന്റ് ബിക്കംസ് സ്റ്റേബിൾ ആൻഡ് ആക്യുറേറ്റ്. സോ ദ I0 will be approximately equal to I reference. I0 will be approximately equal to I reference.
ഇതാണ് അതിന്റെ കറന്റ് ഡെറിവേഷൻ. എല്ലാത്തിന്റെയും വരുന്നത് I0 എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ടാണ് എത്തുന്നത്. മൂന്നാമത്തെയാണ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വിറ്റ്ലാർ കറന്റ് മിറർ വിത്ത് സർക്യൂട്ട് ഡയഗ്രാം. വിറ്റ്ലാർ കറന്റ് മിറർ, ഇതാണ് വിറ്റ്ലാർ കറന്റ് മിററിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതാണ് നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത് കേട്ടോ. നമ്മുടെ 2 ട്രാൻസിസ്റ്റർ കറന്റ് മിററിന് ഏകദേശം ഇക്വലന്റ് ആണ്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു റെസിസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെസിസ്റ്റർ. അതുപോലെ ഇവിടെ നമ്മുടെ ഒരു റെസിസ്റ്റർ കൂടി ആഡ് ചെയ്ത്, എമിറ്ററിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. വിറ്റ്ലാറിൽ ബാക്കിയുള്ളതിൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല, ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എ വിറ്റ്ലാർ കറന്റ് മിറർ is a modified current mirror circuit that provides small output current using emitter resistance. അതാണ് ഇമ്പോർട്ടന്റ്. എമിറ്റർ റെസിസ്റ്റർ in the output of transistor without using large resistor. രണ്ട് സർക്യൂട്ടിൽ നിന്നും ആദ്യത്തേതിൽ എന്തായിരുന്നു? 2 ട്രാൻസിസ്റ്റർ ആയിരുന്നു. വിൽസണില് 3 ട്രാൻസിസ്റ്റർ, വിറ്റ്ലാറിൽ ഒരു റെസിസ്റ്റർ ആഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഔട്ട്പുട്ട് കറന്റ് ഡെറിവേഷൻ ആണ് I0 = I reference into exponential e raised to -RE into I0 divided by VT. ഇതാണ് അതിന്റെ ഫൈനൽ ഇക്വേഷൻ. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം അതിന്റെ കറന്റ് ഡെറിവേഷനിലെ ഫൈനൽ ഇക്വേഷൻ ആണ് ഇതിൽ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഓപ്പറേഷനിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ തിയറി ക്ലാസ്സിൽ ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഓപ്പറേഷനൊക്കെ അതുപോലെ എഴുതി വെക്കുക. ഈ സ്റ്റെപ്പ് അതുപോലെ എഴുതിയ മാർക്കാണ്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, ഈ സ്റ്റെപ്പ് അതുപോലെ ഒരു റിസ്ക് കൊടുക്കാറില്ലേ, ചുമ്മാ അതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വീഴുന്നതാണ്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഡെറിവേഷൻ വരുന്ന ഫൈനൽ ഇക്വേഷൻ ആണ് RE = VT by IC2 into ln IC1 divided by IC2. Okay, so this is the comparison between 3 കറന്റ് മിററിൽ 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഏതാണ്? 2 ട്രാൻസിസ്റ്റർ ആണ്. രണ്ടാമത്തെ വിൽസൺ, മൂന്നാമത്തെ വിറ്റ്ലാർ ആണ്. ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. 3 എണ്ണത്തിന്റെ കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പഠിക്കാതെ പോരുത്. ഒന്നാമത്തെ സിമ്പിൾ കറന്റ് മിറർ ആണ്, രണ്ടാമത്തെ വിൽസൺ ആണ്, മൂന്നാമത്തെ വിറ്റ്ലാർ കറന്റ് മിറർ ആണ്. ഓക്കെ, ഒന്നാമത്തേല് എത്ര ട്രാൻസിസ്റ്റർ ആണ്? 2 ട്രാൻസിസ്റ്റർ എത്രയാണ്? ഇതാണ് 2 ട്രാൻസിസ്റ്റർ മോഡൽ, 2 ട്രാൻസിസ്റ്റർ കറന്റ് മിറർ. അവിടെ 2 ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുക. വിൽസണിൽ 3, വിറ്റ്ലാറിൽ 2+ റെസിസ്റ്റർ ആണ് വരുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. 2, 3, 2+ റെസിസ്റ്റർ. സർക്യൂട്ട് സിമ്പിൾ ആണ്, കോംപ്ലക്സ് ആണ്, മോഡറേറ്റ് ആണ്. ആക്യുറസി ലോ, ഹൈ, മോഡറേറ്റ്. അപ്പൊ ഇവനാണ് കുറച്ച് നന്നായിട്ട് വരുന്നത്. വിൽസൺ ആണ് ഹൈ ആക്യുറസി പ്രൊവൈഡ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ, വെരി ഹൈ, ഹൈ. ബേസ് കറന്റ് എറർ ഹൈ, വെരി ലോ, റെഡ്യൂസ്ഡ്. ഔട്ട്പുട്ട് കറന്റ് I0 വിൽ ബി എപ്പോഴും എന്താണ്? റെഫറൻസ് കറന്റ് തന്നെയായിരിക്കും. വിറ്റ്ലാറിൽ കുറച്ച് കറന്റ് കുറവായിരിക്കും. സ്പെഷ്യൽ ഫീച്ചർ ഈസി ഡിസൈൻ, എയർ കോമ്പൻസേഷൻ, ലോ കറന്റ് ജനറേഷൻ. അപ്ലിക്കേഷൻ ബേസിക് കറന്റ് കോപ്പിംഗ്, പ്രിസിഷൻ സർക്യൂട്ട്, ICs. അപ്പോൾ 3 എണ്ണത്തിലെ ഏറ്റവും നല്ല ആളെന്ന് പറയുന്നത്, ഏറ്റവും കറന്റ് മിറർ എന്ന് പറയുന്നത് വിൽസൺ കറന്റ് മിറർ ആണ്. 3 എണ്ണത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കറന്റ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ പഠിക്കേണ്ടത്? 3 ഏരിയയുടെ സർക്യൂട്ട് ഡയഗ്രാം, ഔട്ട്പുട്ട് കറന്റ് ഡെറിവേഷനുമാണ് അവിടുന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് 2 ട്രാൻസിസ്റ്ററിന്റെ വരിക. I0 വിൽ ബി I റെഫറൻസ്. വിൽസണിലെ ആണെങ്കിൽ I0 വിൽ ബി I റെഫറൻസ് വിത്ത് സ്മോൾ എറർ. വിറ്റ്ലാർ I0 വിൽ ബി I റെഫറൻസ് ഇൻറ്റു e raised to -RE I0 divided by VT. ഇത് പഠിക്കാട്ടോ, ഇക്വേഷൻ ആണ്, എന്തായാലും പഠിച്ചു വെക്കുക. സോ ഇത്രയുമാണ് മൊഡ്യൂൾ 1 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ട് വരുന്നത്. മൊഡ്യൂൾ 1 നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ 3 ഏരിയ ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓപ്പാമ്പിൻ്റെ ഒരു ഏരിയ, രണ്ടാമത്തേത് നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഏരിയ, മൂന്നാമത്തേത് കറന്റ് മിറർ. ഒന്നും നോക്കണ്ട, ഒരു ബുക്ക് എടുക്കുക, ഓരോ ടോപ്പിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാംസും ഗ്രാഫും ഫൈനൽ ഇക്വേഷനും ആദ്യം എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കുക. അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചോദിച്ചാലും എഴുതാനുള്ള കാര്യം കിട്ടും. പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കൺസെപ്റ്റും എല്ലാം മനസ്സിലാക്കുക. മൊഡ്യൂൾ LIC എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ടോപ്പിക് ബൈ ടോപ്പിക് ഡീറ്റെയിൽസ് വൺസാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വൺസാപ്പ് ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് എല്ലാം പാസ്സാവാൻ പറ്റും. LIC മാത്രമല്ല, എല്ലാ EC സംബന്ധമായ എല്ലാ കോഴ്സിനും, S4ന്റെ
കോഴ്സിൻ്റെ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലാസ്സുകൾ കാണുക, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. മൊഡ്യൂൾ 1 ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പരീക്ഷയിൽ നന്നായിട്ട് എഴുതി വയ്ക്കുക, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. സർക്യൂട്ട് ഡയഗ്രം ഒക്കെ നന്നായിട്ട് വരച്ച് വയ്ക്കുക. ഓക്കെ, മൊഡ്യൂൾ 2ൻ്റെ സെഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വൺസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, നന്നായിട്ട് പരീക്ഷയിൽ പാസ്സാവും.